ശരി അശ്വതി, ചെറിയ ചില പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വോട്ടെടുപ്പ് സുഗമമായി മുന്നോട്ട് പോവുകയെന്നുള്ള വിവരങ്ങളാണ് എറണാകുളത്ത് നിന്നും അശ്വതി നൽകിയത്. ഇനി കണ്ണൂരിന്റെയും വടകരയുടെയും വിശദാംശങ്ങളുമായി അമൽനാഥ് ചേരുന്നുണ്ട്. അമൽ, എങ്ങനെയാണ് കണ്ണൂർ വടകര മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിദ്യ, ആദ്യ മണിക്കൂറുകളിൽ കണ്ണൂർ വടകര മണ്ഡലങ്ങളിൽ ശക്തമായ പോളിംഗ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഉച്ചയ്ക്ക് മുൻപായി, അതായത് ചൂട് കൂടുന്നതിന് മുൻപായി ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുക എന്നതായിരുന്നു ഓരോ വോട്ടർമാരും ചെയ്തിരുന്നത്. അതിനാൽ തന്നെയാണ് ആദ്യ മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള പോളിംഗ് കണക്കാക്കപ്പെട്ടത്. ഏകദേശം ഉച്ചയായതോടുകൂടി, അതായത് 12 മണിക്ക് ശേഷം ഓരോ ബൂത്തുകളിലും തിരക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും ഉള്ളത്. കണ്ണൂരും വടകരയും ശക്തമായ ചൂടാണ്. അതിനാൽ തന്നെ രാവിലെയോടുകൂടി തന്നെ പോളിംഗ് തുടങ്ങിയ സമയം തന്നെ വലിയ തിരക്ക് എല്ലാ ബൂത്തുകളിലും അനുഭവപ്പെട്ടിരുന്നു. 2019 കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 83.21% കണ്ണൂർ മണ്ഡലത്തിലെ വോട്ട് ശതമാനം. അതേസമയം തന്നെ 2019 വടകരയിൽ 82.67% വോട്ട്. ഇതിന് സമാനമായ രീതിയിൽ തുടക്കം മുതൽ വലിയ രീതിയിലുള്ള പോളിംഗ് കാണുവാൻ വേണ്ടി സാധിച്ചിരുന്നു. അതേസമയം തന്നെ കണ്ണൂർ മണ്ഡലത്തിലെ പല ബൂത്തുകളിലും വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ പ്രധാന കാരണങ്ങൾ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസം തന്നെ മാവോയിസ്റ്റിന്റെ പേരിൽ ചില പോസ്റ്ററുകൾ അടക്കമുണ്ടായിരുന്നു. ഈ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു CPI മാവോയിസ്റ്റ് കബനി ദളത്തിന്റെ നേതൃത്വത്തിൽ പോസ്റ്ററുകൾ ഇരിട്ടി മേഖലയിൽ പതിച്ചിരുന്നത്. ഇരിട്ടി മേഖലയിലെ മുഴക്കുന്ന് ഗവൺമെന്റ് UP സ്കൂളിന്റെ മതിലിലായിരുന്നു ഇത്തരം പോസ്റ്ററുകൾ കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിലാണ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായും ഇരിട്ടി മേഖലയിലെ കൊട്ടിയൂർ, അയ്യൻകുന്ന്, രാമച്ചി, പയ്യാവൂർ, കാഞ്ഞിരക്കൊല്ലി എന്നീ മേഖലകളിലാണ് മാവോയിസ്റ്റിന്റെ സാന്നിധ്യം ഉണ്ടായതിനാൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നത്. ഓരോ ബൂത്തിലും 35ഓളം സേനയെ വിന്യസിപ്പിക്കുവാൻ വേണ്ടി സാധിച്ചിരുന്നു. അതേസമയം തന്നെ പേരാവൂരിലെ 98-ാം നമ്പർ ബൂത്തിൽ, അതായത് ആറളം പ്രദേശത്താണ് ഇവിടെ. ശരി അമൽ, വ്യക്തമാണ്. കണ്ണൂരിന്റെയും വടകരയുടെയും സമഗ്ര തെരഞ്ഞെടുപ്പ് വിവരങ്ങളാണ് അമൽനാഥ് പാടിച്ചാൽ നൽകിയത്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.